പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവമേ എന്നെ മോചിപ്പിക്കണമേ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. സ്വർഗീയ പിതാവേ, 69-ാം സങ്കീർത്തനം 14 മുതൽ 18 വരെയുള്ള വചനം അവിടുത്തെ അനന്ത കാരുണ്യത്തെയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്നതിൻ്റെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായവനെ, കാരുണ്യത്തിൽ സമ്പന്നനും പൂർണ്ണനുമായവനെ, അങ്ങേക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുവാൻ തിരുമനസ്സുണ്ടാകണമേ. ഞങ്ങളുടെ യാതനകൾ ശ്രവിച്ച് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സമ്പന്നമാക്കണമേ. ഞങ്ങളിൽ ആയതെങ്കിലും വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ സ്നേഹത്തിൻ്റെ വരൾച്ച അനുഭവപ്പെടുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യസ്നേഹം, കുരിശിലൂടെ ഒഴുകിയിറങ്ങിയ ആ ദിവ്യസ്നേഹം ഞങ്ങളിലിപ്പോൾ സമർത്ഥമായി വന്ന് നിറയട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങാണ് സ്നേഹം, അങ്ങാണ് ദൈവപുത്രൻ, അങ്ങാണ് ശക്തി. നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ. അത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും നിർഗളിക്കട്ടെ. അങ്ങനെ രക്ഷാകരമായൊരു കുടുംബജീവിതം, സ്നേഹാർദ്രമായ ഒരു ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമേ. ദൈവമേ, അവിടുത്തേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 7 തിരുവചനം 1 മുതൽ. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് ഒരാനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കൽപ്പനയായിട്ടല്ല. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. ഈശോ മിശിഹായിൽ സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്, വിജയമെന്നത് അത് നിരന്തരമായ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമത്വമുണ്ട്, സ്നേഹമുള്ളിടത്ത് അംഗീകാരമുണ്ട്, സ്നേഹമുള്ളിടത്ത് പ്രോത്സാഹനമുണ്ട്, സ്നേഹമുള്ളിടത്ത് പരസ്പര ധാരണയുണ്ട്. എല്ലാം അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഭാര്യഭർത്തൃ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും കേന്ദ്രവും പാരമ്യവും ത്രിത്വൈക ദൈവത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണെന്ന് പറയാൻ കാരണം, ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പെന്ന കൈത്താളമോ ആണെന്നാണല്ലോ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നത്. ഭാര്യഭർത്തൃ ജീവിതം സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ധാതുലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴുമെന്ന് അതിൻ്റെ അർത്ഥം. മൃഗങ്ങളുടെ ലെവലിലേക്ക് മാത്രമല്ല,
അതിലും വിട്ട് മൃഗങ്ങളുടെ ലെവലും വിട്ടിട്ടുള്ളതാണ് സസ്യലോകം. സസ്യലോകവും വിട്ടിട്ടുള്ള അവസ്ഥയാണ് മണ്ണിൻ്റെ ധാതുക്കളുടെ ലോകം. സ്നേഹമില്ലെങ്കിൽ എന്തായി മാറുന്ന ശ്ലീഹ പറയാം, മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയി മാറും. മണ്ണും ലോകവും ധാതുക്കളും ഒക്കെയായി തീരും. അപ്പോൾ ഇത്രമാത്രം തരം താഴുന്ന ഒരവസ്ഥയിലേക്ക് ദാമ്പത്യ ജീവിതം പോകാം. എവിടെ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് നിഷ്കളങ്കമായി പ്രേമിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് ശ്ലീഹ പറയും, എനിക്ക് എല്ലാം ഉണ്ടായിരിക്കുകയും പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെയും മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അപ്പോൾ ഈ വചനം നമുക്ക് വേറൊരു രീതിയിൽ പറയാം. നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടം പോലെ കാറുകളുണ്ട്, വണ്ടി സൗകര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ താമസ സൗകര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനുമുണ്ട്, ഇഷ്ടം പോലെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭൗതികമായ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിരിക്കുകയും എന്നാൽ സ്നേഹമില്ലാതിരിക്കുകയും ചെയ്താൽ ദാമ്പത്യ ജീവിതം ധാതു ലെവലിലേക്ക് താണു. എന്തായി? മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിത്തീരുകയാണ്. വാസ്തവത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എല്ലാം ഉള്ള മാതിരിയായി. ജോലിയുണ്ട്, സ്ഥലമുണ്ട്, വീടുണ്ട്, എല്ലാം അങ്ങനെ. ഇനി പോരാത്തതിന് FD, അതുപോലെ ബാങ്കിൽ നിക്ഷേപം, ബാങ്കിലെ ലോക്കിൽ ഇഷ്ടം പോലെ സ്വർണ്ണക്കൂമ്പാരം, എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഒരു ഇല്ലായ്മയുടെ, എന്തോ ഒരു വല്ലായ്മയുടെ, എന്തോ ഒരു നഷ്ടബോധത്തിൻ്റെ, എന്തോ ഒരു ശൂന്യതയുടെ വേലിയേറ്റം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ വെപ്രാളം പിടിക്കുന്നില്ലേ? നമ്മുടെ കുടുംബങ്ങൾ ബഹളീപൂർണ്ണമാകുന്നില്ലേ? എങ്കിൽ കർത്താവിൻ്റെ സ്വരം നാം ശ്രവിക്കണം. അതെല്ലാം ഉണ്ടെന്ന് പറയുകയും സ്നേഹമില്ലാതിരിക്കുകയും ചെയ്താൽ ഒന്നുമില്ലാത്തതിന് തുല്യമായി. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഇനി ഈ വചനം കൂട്ടി വായിച്ചു. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ശരീരം പങ്കുവെക്കുന്നുണ്ടാവും, പക്ഷേ സ്നേഹമില്ലാത്ത ശരീരത്തിൻ്റെ സ്പർശനവും പങ്കുവെക്കലും എല്ലാം ഒന്നുമല്ല എന്ന്. അവരുടെ എല്ലാം മനസ്സുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ ധാതു ലെവലിലുള്ള അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ശൂന്യതയാണ്, ഇല്ലായ്മയാണ്. സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. ഭാര്യാഭർത്താക്കന്മാരെ, ഭാര്യാഭർത്തൃ ജീവിതം പരമാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ വളരെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്ഷമ. ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. ഭർത്താവ് എന്തുമാത്രം ക്രൂരതയോട് അടിച്ചാലും, ഭാര്യ എത്രത്തോളം ക്രൂരതയോടെ പെരുമാറിയാലും നമ്മെ നയിക്കേണ്ട പ്രേരക ഘടകം കാരുണ്യമാണ്, അലിവാണ്, ദയയാണ്. ആ അവസ്ഥ നമ്മൾ മറക്കരുത്. കാരണം മറിച്ച് ക്രൂരതയാണെങ്കിലോ കുടുംബം തകർന്നില്ലേ? ഇനി കുടുംബം മാത്രമല്ല, നമ്മൾ ക്രൂരതയുടെ മനോഭാവത്തിൽ മുന്നേറുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളു തന്നെ ഒരു പെരുമ്പാമ്പിൻ്റെയും മൂർക്കം പാമ്പിൻ്റെയും ഉള്ളു പോലെയൊക്കെയാണ്. നമുക്കൊരു സുഖമൊന്നും കിട്ടില്ല. ആളുകൾ പറഞ്ഞിട്ട് തെറി പറയട, അടി കൊടുക്കട, ഇടി പറയട, നീ അങ്ങനെ കീഴടങ്ങണ്ട, നീ അങ്ങനെ തളർന്നിരിക്കേണ്ട എന്നൊക്കെ ഭാര്യയുടെ ഭർത്താവിനോടൊക്കെ ഉപദേശിക്കാൻ ആളുകൾ കാണും. പക്ഷേ ഈ ഉപദേശകന്മാരോ ഉപദേശികളോ വല്ലവരും കൂട്ടിനുണ്ടോ ജീവിതത്തിൽ? അല്ലാതെ കൂടെ നിൽക്കുമോ ജീവിതത്തിൽ, കുടുംബത്തിൽ? അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? ഭാര്യ ഭർത്തൃ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമായിരിക്കണം? വെറും ക്ഷമയല്ല, ദീർഘക്ഷമയും ദയവും ഉള്ളതായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തോളം എത്തി നിൽക്കുന്ന ക്ഷമയും സ്നേഹവും വിജയകരമായ ദാമ്പത്യ ജീവിതത്തിന് അനിവാര്യമാണ്. എല്ലാം തിരിച്ചടിക്കുന്നതും എല്ലാത്തിനും തിരിച്ചു പറയുന്നതും എല്ലാത്തിനും തിരിച്ച് പ്രതികരിക്കുന്നതൊന്നും അല്ല ശരിയായ സ്നേഹം. അത് നമ്മൾ മറക്കരുത്. ഈ ഭാര്യ ഭർത്തൃ ജീവിതം, മീഡിയ ലോകം, മീഡിയയിലെ ചില സീരിയലുകൾ, ഇതെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചോളാനാണ് നമ്മളോട് പറയുന്നത്. സീരിയലുകളുടെ വക്താക്കൾ തകർന്നടിയെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഡൈവോഴ്സ് നടത്തി പെരുവഴിയിലൂടെ ഇറങ്ങി നടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ആത്മഹത്യ ചെയ്ത് എവിടെയോ പുഴുവരിച്ചു കിടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ എന്തിനാ അവരെ അനുകരിക്കണം?
പിന്നെ അതാണ് സത്യമെന്ന് എങ്ങനെ വിചാരിക്കണം? അതാണ് ധർമ്മമെന്ന് മൂല്യമെന്ന് വിചാരിക്കണം? സീരിയലിൽ കാണുന്ന പലതും, ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പലതും ദൈവത്തിൻ്റെ ഗീതാനുസരണമുള്ള സത്യങ്ങളോ മൂല്യങ്ങളോ ധർമ്മങ്ങളോ ഒന്നും അല്ല ആവിഷ്കരിക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. അത് കണ്ടിട്ട് അനുകരിക്കാനും നോക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടെപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, 61 പെണ്ണിനെ കണ്ടെന്ന് ഒരുത്തൻ, ഒന്നിനും ചന്തമില്ലായിരുന്നു. അവൻ പറഞ്ഞതാ, അവൻ്റെ വാക്ക് ഞാൻ പറയും, ഒന്നിനും ചന്തമില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കെട്ടിയില്ല, ഒരു കല്യാണവും നടന്നില്ല, ഇപ്പോൾ വെറുതെ നടക്കുകയാണ്. എന്തൊരു കഷ്ടമില്ലേ സീരിയലുകൾ. വേറെ ഒരുത്തൻ എന്നോട് 28 പെണ്ണിനെ കണ്ടിട്ട് ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവൻ പറഞ്ഞു കല്യാണം നടക്കാനാണ്. അപ്പോൾ നീ കല്യാണം ഇതുവരെ ഒന്ന് ആലോചിച്ച് നടത്താൻ നോക്കിയില്ലേ? അപ്പോഴാണ് പറഞ്ഞു 28 പെണ്ണ് കണ്ടു, 28 ഒത്തില്ലെന്ന്. അവൻ എന്നിട്ട് പറഞ്ഞതിൻ്റെ കഥകളൊക്കെ ഡയലോഗും കുറേയുണ്ട്, അതിവിടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നേരം പോവും. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ പറയുന്നില്ല. പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, അവൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 28 പെണ്ണ് കാണാൻ പോയപ്പോഴും അവൻ തട്ടിച്ച് നോക്കിയത്, താരതമ്യം ചെയ്ത് നോക്കിയത്, അവൻ സീരിയലുകളിലോ സിനിമയിലോ കണ്ട ചില സ്ത്രീകളുടെ മുഖഭാവങ്ങളും തലമുടിയും കഴുത്തും കണ്ണും കാതും മാറും ഒക്കെ ആയിട്ടാണ്. അവൻ അങ്ങനെ താരതമ്യം ചെയ്തപ്പോൾ ഒരു പെണ്ണും അവന് ചേർച്ചയില്ലാണ്ടായിപ്പോയി. കാരണം സീരിയലിൽ കണ്ടത് യാഥാർത്ഥ്യമായിട്ട് എന്ത് പൊരുത്തം, വാസ്തവികതയുമായിട്ട് അവയ്ക്ക് എന്ത് ബന്ധം? വാസ്തവികതയുടെ ഒരു ലോകമുണ്ട്, സത്യത്തിൻ്റെ ഒരു ലോകമുണ്ട്, ധർമ്മത്തിൻ്റെ ഒരു ലോകമുണ്ട്, മൂല്യങ്ങളുടെ ഒരു ലോകമുണ്ട്, മനുഷ്യത്വം മുറ്റി നിൽക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് നിന്റെ ഹൃദയം ഉയരട്ടെ, ആ ലോകത്തിലേക്ക് നിന്റെ കണ്ണുകൾ വിടരട്ടെ. അപ്പോൾ നിന്റെ ജീവിതം സുന്ദരമാവും. സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ മറ്റു ഭർത്താക്കന്മാരെയും മറ്റു ഭാര്യമാരെയും അഥവാ മറ്റുള്ളവരുടെ ജീവിത പങ്കാളിയൊക്കെ കണ്ടിട്ട്, അഥവാ നിൻ്റെ തന്നെ ജീവിത പങ്കാളിയുടെ ചില സവിശേഷ ഗുണങ്ങൾ കണ്ടിട്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൻ്റെ മഹിമ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പലതിൻ്റെയും പേരിൽ ഭർത്താവിൻ്റെ ചില പ്രത്യേകതകൾ, ഇതെല്ലാം കണ്ടിട്ട് പരസ്പരം അസൂയപ്പെടുന്നവരും മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടുന്നവരും ഉണ്ട്. അത് ഭാര്യ-ഭർത്തൃ സ്നേഹത്തെ തകർക്കുന്ന ചില പ്രവണതകളും മനോഭാവങ്ങളുമാണ്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുക, ഭാര്യ-ഭർത്തൃ സ്നേഹം എന്ന് പറയുന്നത് ത്രിത്വ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അത് നിഷ്കളങ്കമായ പ്രേമമാണ്, അത് നിർമ്മലമായ സ്നേഹമാണ്, അത് അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. ഈ ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു, എൻ്റെ വീട്ടിൽ ഇങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ ആങ്ങളമാർ അങ്ങനെയാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്. ചില സ്ത്രീകൾ, ചില ഭാര്യമാർ പറയുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ അവരുടെ വീടിൻ്റെ കുലമഹിമയും അതുമൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഭാര്യമാർ കളിയാക്കുന്ന ചില അവസ്ഥകൾ. ദൈവസ്നേഹത്തിൻ്റെ തരുമ്പോ തുരുപ്പോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് പറയില്ല. കാരണം അത് കുടുംബത്തെ തകർക്കുന്നതാണ്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിന് ഇടിച്ചിലുണ്ടാക്കുന്നതാണ്, ഇടിവ് തട്ടുന്നതാണ്. ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. പൗലോസ്ലീഹ പറയുന്ന വചനം നമുക്ക് ഓർക്കാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഭാര്യയ്ക്ക് തൻ്റെ കഴിവിലും തൻ്റെ സ്ഥിതിയിലും, ഭർത്താവിന് തൻ്റെ നേട്ടത്തിലും വലിപ്പത്തിലും മഹിമയിലും ഇതിലൊന്നും അല്ല, ഇതെല്ലാം ദൈവം തന്നതാണെന്ന് ഓർക്കണം. ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ നീ നേടിയെടുത്ത ഭർത്താക്കന്മാരെ, നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ നിങ്ങളുടേതൊന്നുമല്ല, അത് ദൈവം തന്നതാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതിനെ ഓർത്ത് പിന്നെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ഭാര്യമാരെ, നിങ്ങൾ ഓർക്കണം, ദൈവം തരാത്ത നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, ഇങ്ങനെ ഓരോന്നും ദൈവം തന്നതാണെന്നും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതാണെന്നും ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടതാണെന്നും ഓർത്തു കഴിയുമ്പോൾ പിന്നെ ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്പർദ്ധയും വഴക്കും അടിയിടിയൊന്നും ഉണ്ടാവില്ല. മറിച്ചത് എൻ്റേത് ഈ പാപങ്ങളും ഈ രീതിയിലുള്ള പാപങ്ങളിൽ നിന്ന് മുറ്റി നിൽക്കുന്ന സംസാരവുമാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഡൈവോഴ്സിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം, അത് നമ്മൾ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഡൈവോഴ്സിന് എത്തി നിൽക്കുന്ന, കേസ് കൊടുത്തിരിക്കുന്ന കുറേ സ്ത്രീ പുരുഷന്മാരെ, ഭാര്യ-ഭർത്താക്കന്മാരുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുക. അതുപോലെ ഡൈവോഴ്സ് കഴിഞ്ഞു പോയവരെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക. അപ്പോൾ ഈ പറയുന്നത് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല,
അനുചിതമായി പെരുമാറുന്നില്ല. എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ സൽപ്പേരിന്, ഭാര്യയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന സംസാര രീതി. നിന്റെ നാവ് തീയാണ്, തീപ്പൊരിയാണ്. അതിന് കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രിക്കണം, കപ്പലിൽ നിന്ന് അങ്കൂരം ഇട്ട് നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രിക്കണമെന്ന യാക്കോബ് ശ്ലീഹായുടെ ദൈവവചനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനം പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങളിപ്പോൾ എടുത്ത് വായിക്കണം. അപ്പോൾ നിങ്ങളുടെ നാവ് വായിൽ കിടക്കും. അപ്പോൾ ആ നാവിൽ നിന്നും വിഷം ചിതറില്ല. അപ്പോൾ ആ നാവിൽ നിന്നും അഴുക്ക് പുരുണ്ട വാക്കുകൾ പുറത്തു വരില്ല. അപ്പോൾ നോക്കുകയെ, സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. അതാണ് സത്യത്തിൽ, ധർമ്മത്തിൽ, മൂല്യത്തിൽ. ഇവിടെയാണ് കുടുംബം ആഹ്ലാദിക്കേണ്ടത്. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും സന്തോഷിക്കേണ്ടത്. സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു. അവൻ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിലുള്ള സഹനം നിങ്ങളുടെ മക്കളുടെ ഐശ്വര്യത്തിന് ആവശ്യമാകും. അതും കൂടി നിങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിലെ സഹനം, അമ്മയുടെ സഹനം, അപ്പൻ്റെ സഹനം, അഥവാ ഭാര്യയുടെ ഭർത്താവിൻ്റെ സഹനത്തിനൊക്കെ വലിയ വില ലഭിക്കാനിരിക്കുന്നു. ശ്ലീഹ പറയുക, നിങ്ങളുടെ സഹനത്തിന് വലിയ വില ലഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് നശിപ്പിച്ച് കളയരുത്. അപ്പോൾ ഭാര്യയുടെ സഹനം, നിശബ്ദമായ സഹനത്തിലൂടെ ഒരുപക്ഷെ ഒരു ഭർത്താവിൻ്റെ ആത്മാവ് തന്നെ വീണ്ടെടുക്കാൻ പറ്റും. അയാളുടെ ക്രൂരമായ പാപത്തിന്, മ്ലേച്ഛമായ പാപത്തിന് ഈ സഹനം പരിഹാരമാവുകയാണ്. കാരണം ക്രിസ്തു ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചത് സഹനത്തിലൂടെയാണ്. അപ്പോൾ ജീവിത പങ്കാളിയുടെ സഹനം ജീവിത പങ്കാളിയുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും വീണ്ടെടുപ്പിനും ചിലപ്പോൾ അനിവാര്യമാണ്. അതുപോലെ മാതാപിതാക്കളുടെ സഹനം മക്കളുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കൂടിയേ തീരൂ. തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദൈവകൃപകളുടെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ അപ്പൻ്റെ അമ്മയുടെ സഹനത്തിലൂടെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരിക ചെയ്യുക. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് സഹനത്തിൻ്റെ മുൻപിൽ വിറകൊണ്ട് ജീവിക്കുന്ന ഒന്നാവരുത് ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ ജീവിതം. സഹനത്തിന് വലിയ വില ലഭിക്കാനിരിക്കുന്നു. അവൻ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നതല്ലേ? യേശു എമ്മാവൂസ് ശിഷ്യന്മാർ ചോദിക്കുന്ന വചനമാണ്. അപ്പോൾ സ്നേഹം സകലതും സഹിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ വീണ്ടും വീണ്ടും നെഞ്ചത്ത് കൈവച്ച് നോക്കേണ്ട സമയമാണിത്. സ്നേഹം സകലതും സഹിക്കുന്നു. ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം സഹിച്ചു? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം സഹിച്ചു? എത്രത്തോളം നിങ്ങൾ കൈവിരിച്ച് പിടിച്ചു? എത്രത്തോളം നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചു? അത്രത്തോളം നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നിരന്തരം നമ്മെ നയിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രത്യാശ, ഓഡോസിറ്റി ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ദ്രാഷ്ട്യത, ആ കരുത്ത്, ശക്തി, അത് വളരെ വലുതാണ്. ഏറ്റവും അവസാന ശ്വാസം വരവും ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ പ്രത്യാശ വെക്കണം. സേവ്ഡ് ബൈ ഹോപ്പ്. ലോകം തന്നെ രക്ഷിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും പ്രത്യാശയിലാണ്. നിങ്ങൾ നോക്കുകയെ, കഠിന വിൻ്റർ, ശൈത്യകാലം വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നമ്മൾ കാണുമ്പോൾ ആരും വിലാപഗാനം ആലപിക്കുന്നില്ല. കാരണം ഈ ശൈത്യം കഴിഞ്ഞ് വസന്തം വരും. ഈ ഉണക്കമരം പോലെ ഉണക്കക്കമ്പുകൾ ഓരോന്നും ഇതളുകൾ പൊട്ടുന്നത് നമ്മൾ ശൈത്യത്തിൻ്റെ അവസാനത്തിൽ സൂക്ഷിച്ചാൽ കാണാൻ പറ്റും. ഇതളുകൾ പൊട്ടുകയെ വളരെ വളരെ കുഞ്ഞുങ്ങളാണ് ആ ഇതളുകൾ, ആ കൂമ്പ് വരുന്നത്. പക്ഷേ പിന്നീട് അത് ശിഖരങ്ങളായി, ശാഖകളായി, നിറയെ ഇലകളായി നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെയാണ് ശരിയായ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹം എന്ന് പറയുന്നത്. അത് പ്രത്യാശയിൽ ഊന്നി നിൽക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ മഴയും പെയ്തു തീരും, ഈ കലക്കവെള്ളവും ഒരിക്കൽ തെളിയും. ഈ മഴയും പെയ്തു തീരും, ഈ കലക്കവെള്ളവും ഒരിക്കൽ തെളിയും, ഈ മഞ്ഞുകട്ടയും ഒരിക്കൽ തീരും. സൂര്യനുദിക്കും, മഴ പെയ്യും, സൂര്യനുദിക്കും. ഇതെല്ലാം ജീവിതത്തിൻ്റെ സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുക, ശരിയായ ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് അത് പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹമുണ്ടെങ്കിൽ
കുടുംബജീവിതത്തിൽ എന്താ പ്രതിരോധിക്കാൻ പറ്റാത്തത്? സ്നേഹം സ്കഡ് പോലെയോ മിസൈൽ പോലെയോ ഒക്കെ ഇല്ല, അതിലെല്ലാം അതീതമാണ്. സ്നേഹത്തിൻ്റെ ശക്തിയാൽ കുടുംബജീവിതത്തിൻ്റെ ഭാര്യഭർത്തൃ ജീവിതത്തിൻ്റെ സകലതും അതിജീവിക്കാൻ പറ്റും. നിഷ്കളങ്കവും പരമാർത്ഥവുമായ സ്നേഹം, ജഡിക സ്നേഹമല്ല. ഇന്ന് ജഡിക സ്നേഹമായി നിലനിൽക്കുന്നുള്ളൂ പല കുടുംബത്തിലും, പല ഭാര്യഭർത്തൃ ബന്ധത്തിലും. അതുകൊണ്ടാണ് ഒരിത്തിരി പ്രശ്നം വരുമ്പോൾ, ഒരിത്തിരി തെറ്റിദ്ധാരണ വരുമ്പോൾ, ഒരിത്തിരി ഒന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. സ്നേഹം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പലപ്പോഴും കാണാറുണ്ട് പ്രേമിച്ചവരുടെ കഥകളും പ്രേമിച്ച് നിൽക്കുന്നവരെയൊക്കെ. സത്യത്തിൽ അത് പ്രേമമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ജീവിതങ്ങൾ നിരവധി പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ഗേൾ ഫ്രണ്ട് എന്നാ പറയുക, എന്ത് ബോയ് ഫ്രണ്ട് എന്നാ പറയുക? നിഷ്കളങ്കമായ സ്നേഹമാണോ ഈ പിള്ളേർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പച്ചയായിട്ട് ഇപ്പോൾ സംസാരിക്കുക. കാരണം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞു? അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് 6 മാസം തികയുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഡൈവോഴ്സ് നടത്തി? നിഷ്കളങ്കവും പരമാർത്ഥവും വിശുദ്ധവുമായ സ്നേഹം ഒരിക്കലും വിച്ഛേദിച്ചെറിയുന്നതല്ല, ഒരിക്കലും വലിച്ചെറിയുന്ന സ്നേഹമല്ല. അത് ജഡിക സ്നേഹമാണ്, വലിച്ചെറിയുന്ന സ്നേഹം. നിഷ്കളങ്കമായ ദാമ്പത്യ ജീവിത സ്നേഹം എന്ന് പറയുന്നത് അത് ഒരിക്കലും മുറിച്ചു കളയുന്നതല്ല, മറിച്ച് ഏത് മുറിപ്പാടിനെയും അതിലംഘിച്ച് ഒന്നിച്ചു നിൽക്കുന്നതാണ്. കാരണം സ്നേഹം അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ബാല്യകാലത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യകാലത്തെ സ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ ആ നിഷ്കളങ്കവും പരമാർത്ഥവുമായ സ്നേഹം ഈ തുടർ സ്നേഹത്തിന് ശക്തി നൽകുന്ന സ്നേഹമാണ്. അത് ദൈവത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിരന്തരം മുന്നേറുകയും ചെയ്യും. സ്നേഹം ഇതാ പറയുക, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് സകലത്തെയും അതിജീവിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ സൈറ്റടിച്ചതോ കണ്ണിറുമിയതോ കാലിറുമിയതോ നുള്ളിപ്പറച്ചതോ അടുത്തിരുന്നതോ ചേർന്നിരുന്നതോ ആയ സ്നേഹം, ആ സ്നേഹം ദൈവത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ സ്നേഹമാണെങ്കിൽ തിരുവചനം പറയുന്നു ആ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഡൈവോഴ്സ് നടത്തുന്നവരുടെ സ്നേഹം, ആദ്യ കാലഘട്ടത്തിലെ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്നേഹമല്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് ഉരുത്തിരിയാത്ത പ്രേമം മുഴുവൻ വഴിയോരത്ത് കിടക്കും, വഴിയാധാരവുമാവും. അതുകൊണ്ടാണ് സഭയുടെ വിശ്വാസമനുസരിച്ച്, സഭയുടെ പാരമ്പര്യമനുസരിച്ച്, സഭയുടെ പ്രബോധനമനുസരിച്ച് സ്നേഹത്തിലേക്ക് പ്രവേശിക്കണം, ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കണം, വിവാഹത്തിലേക്ക് പ്രവേശിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാത്ത സ്നേഹം പെരുവഴിയില്ല, അല്ലാത്ത സ്നേഹം മരക്കൊമ്പില്ല, അല്ലാത്ത സ്നേഹം ചെളിക്കുണ്ടില്ല. മറിച്ച് സഭയുടെ വിശ്വാസമനുസരിച്ചുള്ള ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്നേഹം വളർന്നു വളർന്നു വലുതായി, അത് ഇതളുകൾ പൊട്ടി, അതിൽ മൊട്ടുകൾ വിരിഞ്ഞ്, അത് സൗരഭ്യം പരത്തി സ്വർഗത്തിൽ പൂർണ്ണത പ്രാപിക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ദർശനത്തിലെ ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് മണ്ണിൽ അവസാനിക്കുന്ന സ്നേഹമല്ല, അത് സ്വർഗത്തിൽ പൂർണ്ണത പ്രാപിക്കുന്ന സ്നേഹമാണ്. അത് സ്വർഗത്തിൽ മഹത്വം പ്രാപിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയേണ്ടത് എന്താണെന്നറിയോ ദമ്പതിമാരെ? ഞങ്ങളെ ഈ മണ്ണിൽ മാത്രം വലിഞ്ഞു മുറുക്കുന്ന, ഈ മണ്ണിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ജഡിക സ്നേഹം അത് പിശാചിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഞങ്ങൾ വെറുക്കുന്നു. മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്തെ, ആത്മപ്രചോദിതമായ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ആ സ്നേഹം നിരന്തരം നമ്മെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും, സ്വർഗോന്മുഖമാക്കിക്കൊണ്ടിരിക്കും, സ്വർഗീയമാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം. അത് ദൈവരാജ്യത്തിൻ്റെ ശാന്തിയും സന്തോഷവും നീതിയും ആത്മപൂരിതമായ ജീവിതവും നിറയുന്നതായി മാറും. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും. തിരുവചനം പറയുക, ഭാഷകളില്ലാതാവും, വിജ്ഞാനം തിരോഭവിക്കും. ഭാഷകളില്ലാതാവും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ
ഞാൻ ഭാഗികമായി അറിയുന്നു. അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. അപ്പോൾ ഒരു പൂർണ്ണതയിലേക്കുള്ള വളർച്ച സ്നേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. അത് ഭാഗികമായോ അവസാനിക്കുന്ന ഒന്നല്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, ഈ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ നേടിയ പണമോ സമ്പത്തോ നിങ്ങൾ പണി കഴിപ്പിച്ചോ വീടോ ഒന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിലെ സർവോത്കൃഷ്ടവും പൂർണ്ണവുമായ ഒന്ന്, അത് നിഷ്കളങ്കമായ ഭാര്യ ഭർത്തൃ പ്രേമമാണ്, സ്നേഹമാണ്. അഗാപ്പെ, ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയതും ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ മഹത്വം പ്രാപിക്കുന്നതുമായ പരിശുദ്ധമായ സ്നേഹം അത് ദാമ്പത്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അത് ദാമ്പത്യ ജീവിതത്തിൽ നിറകളിക്കട്ടെ. അങ്ങനെ ലോകം സ്നേഹത്താൽ വീണ്ടും പുനഃസൃഷ്ടി നടക്കട്ടെ, അനുഗ്രഹപൂർണ്ണമായി മാറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, സ്നേഹത്തിൻ്റെ കുദാശയായി തീർന്നവനെ, സ്നേഹത്തിൻ്റെ കുദാശയായി ഞങ്ങളെ മാറ്റിയവനെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഇവിടെ ഇരിക്കുന്ന അങ്ങയെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയത്തെ നീ കാണണമേ. നിൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ഇറ്റിറ്റ് വീഴുന്ന തിരുരക്തം ഈ ദമ്പതിമാരുടെ ഹൃദയത്തിൽ നിറയട്ടെ കർത്താവേ. നിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ജീവജലം ഈ കുടുംബങ്ങളിൽ, ദമ്പതിമാരിൽ, ഈ മക്കൾ ഓരോരുത്തരിലും കർത്താവേ ഒഴുകിയിറങ്ങട്ടെ. നിൻ്റെ ദിവ്യസ്നേഹം കൊണ്ട്, നിൻ്റെ ജീവരക്തം കൊണ്ട്, നിൻ്റെ തിരുരക്തം കൊണ്ട്, ജീവജലം കൊണ്ട് നാഥ ഇവിടെ ഹൃദയം കുളിർക്കട്ടെ, ഇവിടെ ഭവനം അലങ്കൃതമാകട്ടെ, ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹീതമായി മാറട്ടെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സമ്പന്നമാകട്ടെ, അത് സന്തുഷ്ടിയുള്ളതായിട്ട് മാറട്ടെ, അത് അർത്ഥപൂർണ്ണമായി ഭവിക്കട്ടെ. ഓ ദൈവമേ, ഉന്നതത്തിൽ നിന്ന് ശക്തി വർഷിക്കണമേ. ഇതെങ്ങനെ സംഭവിക്കും ഞങ്ങൾക്കറിയില്ല. പക്ഷെ നീ പറഞ്ഞുവല്ലോ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ അഭസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേലെ ഞാൻ അയക്കും. സഹായകൻ വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. ദൈവമേ, ഈ സഹായകൻ ഞങ്ങളുടെ ദമ്പതികളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമർത്ഥമായി വന്നു നിറയട്ടെ, വന്നു വാഴട്ടെ, വന്ന് ഭരിക്കട്ടെ. അങ്ങനെ ലോകത്തിന് അസാധ്യമായ നിഷ്കളങ്കമായ പ്രേമം, സ്നേഹം ഞങ്ങളിൽ നിറഞ്ഞു തുളുമ്പട്ടെ. ദൈവമേ, നിനക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613. ഫാക്സ് 00914802708097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.